തിരിച്ച് കയറി വന്ന് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കാണാൻ വയ്യ കേട്ടോ. ഫുള്ള് മഴ, ഭയങ്കര ഫോഗ്. ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിദിരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബിദിരയിലൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നതാണ്. അതിനുശേഷം നമ്മൾ നാളെ ഒരു അടിപൊളി ഒരു ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ക്യാമ്പിങ്ങിന് ടെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെ. ഇവിടെ കല്ലാർ എക്കോ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പുണ്ട്, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ ഓരോ ടെൻറ്റിൽ കിടക്കുന്നത്. ഇതൊരു ടെൻറ്റ്, ഇപ്പുറത്ത് വേറൊരു ടെൻറ്റുണ്ട്. രണ്ട് ടെൻറ്റിലായിട്ട് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ട്രക്കിങ്ങിന് പോവാം. ക്യാമ്പിന് കൂടെയുള്ളത് അഭിലാഷാണ്. അഭിലാഷ് ആണ്. എവിടെ വീട്? എവിടെ? മൊട്ടമൂട്. അതാണ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒഴുകുന്നത് കല്ലാറിൻ്റെ ഒരു ഭാഗമാണ്. നാളെ രാവിലെ ഇതിൻ്റെ വിഷ്വലൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ നല്ല ഇരുട്ടായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇന്നലെ സ്റ്റേ ചെയ്ത ഭാഗമാണ് കല്ലാർ എക്കോ ക്യാമ്പ്. ഇതാണ് വരാട് മട്ട. ഇവിടോട്ടാണ് നമ്മളിന്ന് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു വാമപ്പിന് ശേഷം ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അമാസിൻ്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ട്രക്ക്. ഇത് നമ്മളിവിടെ ഏകദേശം ഒരു 30 ആൾക്കാരോളം ഉണ്ട് ട്രക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും പുറകെ നടന്നു വരുന്നുണ്ട്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിപ്പം 1 കിലോമീറ്റർ ആയിട്ടില്ല. ഒരു റെസ്റ്റിംഗ് പോയിന്റിൽ വന്നതാണ്. അത് ട്രക്കിങ് എടുത്തേക്കുന്ന ഈ അമാസിൻ്റെ ടീമിൻ്റെ കൂടെയാണ്. അതിൻ്റെ മെയിൻ ഒരാളാണ് ബിജിംബ്രോ. നിങ്ങൾ അമാസിൻ്റെ എന്തൊക്കെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്? അഡ്വഞ്ചർ ആക്ടിവിറ്റി? ഞങ്ങൾ 1 ഡേ ക്യാമ്പുകൾ, 3 ഡേ ക്യാമ്പ്, പിന്നെ റോക്ക് ക്ലൈമ്പിങ് ഇവൻറ്റ്, പിന്നെ വാട്ടർഫാൾസ് റാപ്പിളിങ്, പിന്നെ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ, പിന്നെ കുട്ടികൾക്കുള്ള OBT ട്രെയിനിങ്, അങ്ങനത്തെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള, കുറച്ച് ഫണ്ണായിട്ടുള്ള, എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവർ സേഫ്റ്റി ഫസ്റ്റാണ് കേട്ടോ. ഏത് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവർ സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. റാപ്പിലിങ്ങൊക്കെ ഇവരോടെ ഒരു വട്ടമെങ്കിലും ചെയ്യണം. അത് അടിപൊളി എക്സ്പീരിയൻസാണ് റാപ്പിലിങ്. 180 ഫീറ്റ് റാപ്പിലിങ് വരുന്നത്. നമ്മൾ ട്രക്ക് ചെയ്ത് മേളിൽ പോയിട്ട് റോപ്പിൽ ഇറങ്ങുന്നത്. ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അത് ഒരിക്കലെങ്കിലും ചെയ്യണം അല്ലേ? അതെ, നമ്മൾ 1 ഡേ നൈറ്റ് ക്യാമ്പിലാണ് വരുന്നത്. റോക്ക് ക്ലൈമ്പിങ് അത് ഒരു നൈറ്റ് സ്റ്റേയും 2 ഡേ ആണ് വരുന്നത്. അതിൽ ഒരു ഡേയിലാണെങ്കിൽ റോക്ക് ക്ലൈമ്പിങ്ങും റാപ്പിലിങ്ങും ആണ്. ചിമ്മിനി ക്ലൈമ്പിങ് കൂടിയുണ്ട്. പിന്നെ അടുത്ത ദിവസം ട്രക്ക് ചെയ്ത് നമ്മൾ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു 180 ഫീറ്റിൻ്റെ റാപ്പിലിംഗ് ആണ്. അതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റാപ്പിലിംഗ് എന്നാണെങ്കിൽ പറയാം. 180 കേരളത്തിലെ ഏറ്റവും വലിയ റാപ്പിലിംഗ് അല്ലേ? 180 ഫീറ്റ്. നമ്മളിപ്പം ഫോറസ്റ്റിലോട്ട് എൻട്രി ആയോ? അതെ, ഫോറസ്റ്റിലോട്ട് എൻട്രി ആയി. ഇനി 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സമതലം എത്തും. അവിടെ നിന്ന് പിന്നെയാണ് വീണ്ടും ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാണ് പിന്നെ വരാട് മുട്ടയുടെ താഴ്വരയിലെത്തുന്നത്. ഓക്കെ. നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. പോകുന്ന വഴികൾ ഇങ്ങനെയാണ്. ഇതിനു മുമ്പും കുറേ വഴികളുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ അത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. നല്ല നല്ല പോയിൻറ്റുകൾ വരുമ്പോഴത്തേന്
വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. ഈ കാണുന്ന മലയില്ല, അതിൻ്റെ അപ്പുറത്താണ് വരയാട് മുട്ട വരുന്നത്. അത് വെയിലായി തുടങ്ങിയിട്ടുണ്ട്, മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സ്കൈയൊക്കെ കളർ മാറി നല്ല വെയിലും മഴയുടെയൊക്കെ ഒരു ചാൻസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വേ ആണ് നമ്മുടെ ഈ വരയാട് മുട്ട ട്രെക്ക് ചെയ്യുന്ന ഭാഗം. കുറേ പോയിന്റിൽ വെയിലും ഉണ്ട്, കുറേ ഭാഗത്ത് മഴയുണ്ട്. നമ്മുടെ ട്രെക്കിങ്ങിന് വേണ്ട വേറെ 2 ടീമോട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്, 10-30 പേരോളം ഉണ്ട്. ഹാരിസും അഖിലും ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ഹലോ, ദിസ് ഈസ് അജയ്. എൻ്റെ ബാക്കിൽ പുറയിൽ ഒരാളുണ്ട്, ഹരിത. ഇവർ കോട്ടയം, എറണാകുളം, ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. വാവ്, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? വരയാട് മുട്ട ട്രെക്കിന് ചാർജ് വരുന്നത് 1000 രൂപയാണ് ഒരാൾക്ക്. അതായത് പക്ഷേ ഒരാളായിട്ട് നമുക്ക് ഇവിടുന്ന് കയറി പോകാൻ പറ്റത്തില്ല. ഫോറസ്റ്റ് എൻട്രിയാണ് 1000 വരുന്നത്. മിനിമം 5 പേര് വേണം. അപ്പോൾ നമ്മൾ സോളോ ആയിട്ട് ട്രെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരാളായിട്ട് നമുക്ക് വരയാട് മുട്ട വരാൻ പറ്റത്തില്ല. നമ്മളിപ്പം വരയാട് മുട്ട ട്രെക്കിങ്ങിൻ്റെ പകുതി ഭാഗമായിട്ടോ. ഇവിടെ നിന്നുള്ള ഈ മലയുടെയൊക്കെ ഒരു വ്യൂ ഉണ്ടോ? കോടമഞ്ഞ് മേളിൽ നിന്ന് വരുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്, നല്ല വെയിലുമുണ്ട്. ഒരു വ്യത്യസ്തമായൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടാണ് വരയാട് മുട്ട. നമ്മളിന്ന് ട്രെക്ക് ചെയ്യുന്നത് 18 കിലോമീറ്ററോളമാണ്. ക്യാമ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ട്രെക്ക് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് 9 കിലോമീറ്ററോളം വൺ സൈഡ്, തിരിച്ച് 9 കിലോമീറ്റർ. വരയാട് മുട്ട ടോപ്പിൽ പോകും. നമ്മളവിടെ കുറച്ച് നേരം വ്യൂ എല്ലാം ആസ്വദിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങും. മിക്കവാറും തിരിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഒരു 7 മണി ആവാൻ സാധ്യതയുണ്ട്. വളരെ സ്ലോ ഫേസിലാണ് എല്ലാവരും നടക്കുന്നത്. നമ്മൾ 10-30ഓളം പേരുള്ളതുകൊണ്ട് പലരും പല രീതിയിലല്ലേ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളവരെ എല്ലാവരെയും ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. എന്നുള്ള വ്യൂ ഉണ്ട്. നമ്മളെ ട്രെക്ക് ചെയ്ത് ഇവിടെ റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കണം. ട്രെയിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയ പോലൊരു ഫീലാണ്. ഇപ്പോൾ കറക്റ്റ്
നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ഇതൊക്കെ മാറിയത് കണ്ടോ, വെയിൽ മാറി, നനവ് വന്നു, നല്ല തണലും തണുപ്പും ഒക്കെ ഉണ്ട്. കൊളയട്ടയുടെ ശല്യം ഉണ്ടാവും കേട്ടോ, അട്ടശല്യം ഇഷ്ടംപോലെ ഉണ്ടാവും. ലീച്ച് സോക്സ്, സാനിറ്റൈസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് കുടിക്കുന്ന അറിയത്തില്ല. ഇത് സാധനം കടിച്ച് വീർത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം ഫില്ല് ചെയ്യാനുള്ളൊരു സ്പോട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഇത് ഈ മഴ സമയത്തൊക്കെ ഇവിടെ വെള്ളം കാണത്തുള്ളേ. മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ വന്നിട്ട് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇനി ഒരു 6 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്യും. ഈ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് ന്യൂട്രലാണ്. എത്ര വെള്ളം കൊണ്ടുവന്നാലും നമ്മളിവിടെ എത്തുമ്പോഴത്തേനും പിന്നെ അധികം വെള്ളം കൊണ്ടുവന്നാൽ നമുക്ക് ട്രക്കിങ് അത്ര നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അട്ടശല്യം കാരണം ഇവിടെ പെട്ടു. ഇതേടാ അട്ട. ട്രക്കിങ്ങിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്, പേര് അൻസിയ. എവിടെയാണ് സ്ഥലം? എവിടെ? ഞാൻ എറണാകുളം. ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയുമോ? ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഇത് വളരെ വളരെ നല്ലതാണ്. ഇതിനു മുന്നേ മീശപ്പുലിമലയും നമ്മുടെ റാണിപുരം, ചിമ്മിണി ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടഫാണ്. നമ്മൾ ഇനിയുണ്ട് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഇനി വരാൻ പോകുന്നുള്ളൂ. മെയിലേക്ക് കയറുന്നേ ഉള്ളൂ. പക്ഷെ സെറ്റാ, കൂടെ വന്നേക്കുന്നവരും സെറ്റാ, നമ്മളും സെറ്റാ. അതെ. നമ്മൾ നല്ല വെയിലുള്ളിടത്തു നിന്ന് കയറി വന്നിട്ടാണ് ഇപ്പം നല്ല തണുപ്പും ഒരു നല്ല ക്ലൈമറ്റുള്ളൊരു സ്ഥലത്തോട്ട് കയറി വന്നേ. നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വഴിതെറ്റി അടിപൊളി സ്ഥലമാണ്. എല്ലാവരുടെയും കാലയിൽ അട്ട എല്ലാം ഉണ്ട്. കുറേ പേരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അട്ട കടിക്കുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ ഇതെന്തോ ഒരു കാവ് പോലെ തോന്നുന്നു. കുറേ ദീപം എല്ലാം തെളിച്ച് വെച്ചതിൻ്റെ ഇതിനെന്താ പറയുന്നത്, വിളക്കുകൾ. പിന്നെ ആരൊക്കെയോ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ വക കുറച്ച് കോയിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ മാലകളുണ്ട്. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലേസിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാ അട്ടകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ അട്ടേനെ ഉപ്പ് ഇല്ല. ഈ മൺസൂൺ സമയത്തൊക്കെ ട്രക്ക് ചെയ്യാൻ വരുമ്പോൾ ലീച്ച് സോക്സ്, സാനിറ്റൈസർ അല്ലെങ്കിൽ ഉപ്പ് ഇത് മസ്റ്റായിട്ട് കയ്യിൽ വേണം. ഇത് വേറൊന്നുമല്ല, അട്ട ഷൂസിലും ഉടുപ്പിലും ഒക്കെ കയറിയപ്പം അട്ടയെ പേടിയുള്ള ഒരാൾ ഇവിടെ കിടന്ന് ബഹളമാണ്. ഇവിടെ ആന വരെ പേടിച്ചു പോകും കേട്ടോ ഈ ബഹളം കേട്ട്. നമ്മളേണ്ട വരയാടമട്ടയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിലോട്ട് കയറാൻ പോവാണ്. 70 ഡിഗ്രി സ്റ്റീപ്പ് വരുന്നൊരു ഭാഗമാണ് ഇവിടുന്ന്. കിടിലൻ എക്സ്പീരിയൻസ് കേട്ടോ. ഒരു അന്യായ സ്റ്റീപ്പാണ് നടന്ന് കയറാനുള്ളത്. അതെ, ഇത് മഴയുടെ വ്യൂ ഉണ്ടോ? ഇവിടുന്ന് ആളുകളൊക്കെ ഇവിടുന്ന് നമ്മൾ പിടിച്ച് വേണം കയറാൻ കേട്ടോ. ഇവിടുന്ന് ഇനി നമ്മൾ കൈകൊണ്ട് കിട്ടുന്ന കല്ലിലൊക്കെ പിടിച്ചു വേണം കയറാൻ. നമ്മളാണ്ട് ആ കാണുന്ന മലയുടെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ വരയാടുമട്ട എത്തുക.
ഫൈനലി മണിക്കൂറുകൾ നീണ്ട ട്രെക്കിങ്ങിന് ശേഷം വരയാടുമട്ട ടോപ്പിലെത്തി കേട്ടോ. വരയാടുമട്ട ടോപ്പിലെ വ്യൂ ഉണ്ട്. ഒന്നും പറയാനില്ല, നമ്മൾ ഇത്രയും ഹാർഡായിട്ട് ട്രെക്ക് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ മേളിൽ വന്നിട്ട് ഈ ഒരു വ്യൂ കണ്ടപ്പം ഫുൾ നമ്മുടെ ക്ഷീണം ഫുള്ള് മാറി. നല്ല തണുത്ത കാറ്റും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ ഫുൾ റിഫ്രഷായി. അടിപൊളി കേട്ടോ. എങ്ങനെയുണ്ട് വരയാടുമുട്ട ട്രെക്കിംഗ് എക്സ്പീരിയൻസ്? അഗസ്ത്യാറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിലും ടഫാണ്. അഗസ്ത്യാറും കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫാണ്. പോകണം. ഈശപ്പുലിമല, കുളുക്കുമല, കുതിരമുക്ക്, ചക്രാമുടി, സകലത്തും പോയി. പക്ഷേ ഏത് മല കയറും എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ എക്സ്പീരിയൻസ്, ഓരോന്നൊരു എക്സ്പീരിയൻസാണ്. അടിപൊളി കേട്ടോ. ചെറിയ മഴയാറുന്ന, ചെറിയ വെയിൽ, കാറ്റ്, ചപ്പാത്തി, പൊളി. എല്ലാവരും ഫുഡ് കഴിക്കുക. ഈ പൊന്മുടിക്ക് ഈ പേര് വരാനുള്ള കാരണം അറിയാമോ? ഇല്ല. ഇതിൻ്റെ അകത്ത് വൈദ്യൂര്യമുണ്ട്. വൈദ്യൂര്യം അത് ഖനനം ഉണ്ട് ഇവിടെ. ഇപ്പം ഇല്ല, ഖനനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നേരത്തെ ബ്രൈമൂരിൽ നിന്ന് വരയാടുമുട്ടയ്ക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു, പൊന്മുടിക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല വഴികളും ഇപ്പം ക്ലോസ് ആയിട്ട് ഇപ്പോൾ ഈ വഴി മാത്രമേ ഉള്ളൂ. ഈ സെറ്റിൽമെൻറ്റിൽ ഏരിയ കൂടെയാണ് നമുക്കിപ്പോൾ വരാം. മൊട്ടമോട് വഴിയാണ് നമ്മളിപ്പം വരയാടുമുട്ടയിലോട്ട് വരുന്നത്. നല്ല ഇടിവെട്ട് ട്രെക്കിങ്, അത്യാവശ്യം നല്ല ഏറ്റവും ടഫസ്റ്റ് ട്രക്കായാലും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് ഈ വരയാടുമുട്ട. അതുകൊണ്ടാണ് അത് എല്ലാവരും വന്ന് എത്തുന്നത്. ഇവിടെ നിന്ന് തൊട്ട് പുറകെ കാണുന്നത് ബ്രേമൂറാണ്. ആ സൈഡ് ആ ഭാഗത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേമൂർ ആ കുന്നിന്റെ താഴ് സൈഡാണ്, ലാസ്റ്റ് ആണ് പീക്ക്. ആ പീക്കിന്റെ താഴ് സൈഡാ അത് പൊന്മുടിയാ. ആ മഴ ആ കാണുന്നത് ബിൽഡിംഗ് ആണത് പൊന്മുടി. പൊന്മുടിയാണ്. ഇത് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ഇവിടെ ഉള്ള പീക്കാണ്. അവിടെ ഒരു പള്ളിക്കുടങ്ങുന്ന് ഫോറസ്റ്റ്, തിക് ഫോറസ്റ്റ് അല്ലേ? തിക് ഫോറസ്റ്റ്. അത് കുന്ന് ഏറ്റവും ഹൈറ്റുള്ളതാണ്. അത് വട്ടപ്പാറ എന്ന് പറയുന്നത് അത് തമിഴ്നാട് ബോർഡറാണ് പോകും. ആ മലയുടെ ടോപ്പിൽ ഇതാ കാണുന്നതാണ്, ആ മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് അഗസ്ത്യമല. മഞ്ഞ് മൂടി നിൽക്കുന്ന അഗസ്ത്യമല. അതിന്റെ പീക്ക് ആ കാണുന്നത് മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ കാണുന്നത് പേപ്പാറ ഡാം, റിസർവ് ആണ്. അത് പേപ്പാറ ഡാം. കയറുന്നത് നമുക്കൊരു ടെൻഷനായിരുന്നു, പക്ഷെ നിങ്ങളെയൊക്കെ കൂടെ വന്നപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റിയലി എൻജോയ്. എൻ്റെ പേരെങ്ങനെ? ശ്രീധന്യ. എങ്ങനെയുണ്ട് വരയാടുമുട്ട ട്രെക്കിംഗ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രെക്ക്. എന്താ പറയാനാ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറി വരാൻ. പക്ഷെ കയറി വന്ന് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ വ്യൂ പ്ലസ് എന്താണ് ഒന്നും അല്ലെന്ന് തോന്നുവേ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി. ഇനി എവിടെയാണ് നെക്സ്റ്റ് ട്രെക്കിങ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ട്രെക്കിങ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയല്ലോ. ഇനി ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇതായിരിക്കുമല്ലോ മൈൽ സ്റ്റോൺ. ഇത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും മഴ വരുന്നുണ്ട്, വെയിലുമുണ്ട്. അഗസ്ത്യമല എന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാമത്തെ ഹാർഡസ്റ്റ് ട്രെക്കിംഗ് പോയിൻ്റാണ്. രണ്ടാമത്തെ വരുന്നത് മീശപ്പുലിമല,
മൂന്നാമത്തെ വരുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരയാട് മുട്ട. എല്ലാ ടെറൈൻസും കിട്ടി. ലൈക്ക് ഭയങ്കര ചതുപ്പ് പോലത്തെ സ്ഥലം, അവിടെ ഫുള്ള് അട്ടകളൊക്കെ ഇട്ട്, പിന്നെ വേറെ നല്ല ഹൈറ്റുള്ള കുത്തനെയുള്ള സ്ഥലം, പിന്നെന്താ ആദ്യം വന്ന സ്ഥലം ഒരു മലഞ്ചെരുവ് പോലത്തെ ഒരു വാലി ഫീലും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ഒരു വൺ ടൈമെങ്കിലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ആക്ച്വലി എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞിട്ട് ഒരു 8 മാസമായിട്ടേ ഉള്ളൂ. സർജറിക്ക് ശേഷം ഞാനൊരു ജാനുവരിയിൽ ഒരു ICUയിൽ എനിക്ക് അഡ്മിറ്റും ആകേണ്ട വന്നു, മസിൽ ഇഞ്ചുറി ആയിട്ട്. അപ്പോൾ എന്താണേലും ഇവരുടെയൊക്കെ സഹായത്തോടെ ഞാൻ എൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും കാണാൻ വയ്യ കേട്ടോ, ഫുള്ള് മഴ, ഭയങ്കര ഫോഗ്. ഒന്നും കാണാൻ വയ്യ, ഫുള്ള് ഫോഗ്. മഴയത്ത് തിരിച്ച് ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയായാലും നല്ല സ്ലിപ്പറിയാണ് ഇപ്പം, അതുപോലെ നല്ല പുല്ല് നല്ലോണം നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും 3 പോയിന്റ് കോൺടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഏതാണ് 3 പോയിന്റ് കോൺടാക്ട് എന്ന് പറയുന്നത്? അറ്റ് എ ടൈം എപ്പോഴും നമ്മുടെ രണ്ട് കൈയോ ഒരു കാലോ, അല്ലെ 2 കാലോ ഒരു കൈ, അങ്ങനെ എപ്പോഴും ഒരു 3 പോയിന്റ് നമ്മുടെ എപ്പോഴും കോൺടാക്ട്സ്, കയ്യോ കാലോ എപ്പോഴും 3 ആണെങ്കിലും മിനിമം താഴെ കോൺടാക്റ്റിൽ വരണം. അപ്പോൾ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറയും. സ്ലിപ്പ് ചെയ്താലും വീഴാതിരിക്കും.